നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാതയിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണമാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത്. മേലെ പട്ടാമ്പി RS തിയേറ്റർ മുതൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്താണ് റബ്ബറൈസ് പ്രവൃത്തികൾ നടക്കുന്നത്. പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നാളെ വൈകുന്നേരം വരെയാണ് ഗതാഗത നിയന്ത്രണം അറിയിച്ചിട്ടുള്ളതെങ്കിലും ഉച്ചയോടെ തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി മേലെ പട്ടാമ്പി മുതൽ KH വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളും ആരംഭിക്കും. രാത്രികാലങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചുള്ള പ്രവൃത്തികളാണ് ഇനി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. അടുത്ത ആഴ്ചയോടെ KH വരെയുള്ള പാതയുടെ റബ്ബറൈസിംഗ് പൂർത്തിയാക്കാനാണ് തീരുമാനം. പിന്നീട് നിളാശുപത്രി വരെയുള്ള 1 കിലോമീറ്ററോളം വരുന്ന പാത കൂടി നവീകരിക്കാനുണ്ട്. അഴുക്കുചാലുകളുടെ പ്രവർത്തനവും കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കലും ഇതോടൊപ്പം നടത്തും. ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും റോഡ് പണിക്ക് തടസ്സമുണ്ടാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പട്ടാമ്പി ഗുരുവായൂർ ജംഗ്ഷനിൽ വീതി കൂട്ടിയുള്ള പ്രവൃത്തികളും നടപ്പാക്കും. ഇതിനായി ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിൽ പൊളിച്ചു മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനാണ് തീരുമാനം. ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൂറ്റനാട് ന്യൂ ബസാറിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ മുൻവശം പൊളിച്ചു മാറ്റാൻ സാധ്യത. ഇതോടെ വെള്ളത്തിലാകുന്നത് 50 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത കെട്ടിടം. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുമ്പോൾ കൂറ്റനാട്ടെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ മുൻഭാഗം പൊളിച്ചു മാറ്റാൻ സാധ്യതയെന്നാണ് വിവരം. പൊതുഖജനാവിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കെട്ടിടം ഇതുവരെ ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല നമ്പർ പോലും കിട്ടിയിട്ടില്ല. സംസ്ഥാനത്തെ ആദ്യത്തേതെന്ന് പ്രഖ്യാപനം നടത്തി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഇപ്പോൾ കാടുകയറിയ നിലയിലാണ്. രാത്രികാലമായാൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപാണ് കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് കേന്ദ്രം നിർമ്മാണം നടത്തിയത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് അനുമതിയില്ലാതെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുവെന്ന് ആരോപണമുയർന്നു. ഉദ്ഘാടന സമയത്ത് കെട്ടിട നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. വൈദ്യുതിയോ വെള്ളമോ ലഭ്യമാക്കാതെയാണ് ഉദ്ഘാടനം ചെയ്തത്. കെട്ടിട നമ്പർ ലഭിക്കാനായി നാഗലശ്ശേരി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയപ്പോഴാണ് നിർമ്മാണത്തിന് മുൻപ് പാലിക്കേണ്ട നടപടിക്രമങ്ങളും മുൻകൂർ അനുമതിയും ഇല്ലെന്ന് മനസ്സിലായത്. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമായതിനാൽ വകുപ്പ് മേധാവിയുടെ അനുമതി പത്രം വാങ്ങി അപേക്ഷയോടൊപ്പം നൽകിയാൽ മാത്രമേ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കെട്ടിട നമ്പർ അനുവദിക്കാൻ കഴിയൂ എന്നായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിനാൽ പൊതുമരാമത്ത് വകുപ്പ് അനുമതിയും നൽകിയില്ല. കെട്ടിട നമ്പർ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ, MLA, നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകുമ്പോൾ കെട്ടിട നമ്പർ നൽകാൻ പഞ്ചായത്തിനോട് കളക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. സംസ്ഥാന പാതയിൽ നിന്ന് 4 മീറ്റർ അകലം വേണമെന്ന വ്യവസ്ഥ ലംഘിച്ചതായും പഞ്ചായത്ത് പറയുന്നുണ്ട്. നിലവിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കെട്ടിടം പൊളിച്ചാലും നഷ്ടമാകുന്നത് പൊതുജനങ്ങളുടെ നികുതിപ്പണം തന്നെയാണ്. കൊപ്പം പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഷഫീഖിനെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. UDFന്റെ പരാതിയെ തുടർന്നാണ് മെമ്പർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയത്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് അംഗം EK ഷഫീഖിനെയാണ് പഞ്ചായത്ത് അംഗ സ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ട്. വാർഡിൽ മത്സരിച്ച് വിജയിച്ച EK ഷഫീഖ് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് CPM-ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനെതിരെ UDF പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ MC അസീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും 8 വീതവും BJP-ക്ക് 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. 2020 നറുക്കെടുപ്പിലൂടെ CPM-ലെ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആവുകയായിരുന്നു. എന്നാൽ 2022 UDF അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം BJP അംഗത്തിന്റെ പിന്തുണയോടെ പാസ്സാവുകയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ മുസ്ലിം ലീഗിലെ MC അസീസ് പ്രസിഡന്റ് ആവുകയുമായിരുന്നു. എന്നാൽ 2024 കോൺഗ്രസ് അംഗമായിരുന്ന EK ഷഫീഖിന്റെ പിന്തുണയോടെ CPM അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് MC അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും CPM-ലെ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് ആവുകയുമായിരുന്നു. അവിശ്വാസത്തിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും EK ഷഫീഖിന് കോൺഗ്രസ് വിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം CPM-നൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് MC അസീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്.
39ാമത് അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി AV ഗോവിന്ദൻ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 39ാമത് അബുദാബി ശക്തി അവാർഡും 37ാമത് ശക്തി തായാട്ട് ശങ്കരൻ പുരസ്കാരവും 19ാമത് ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരവും 11ാമത് ശക്തി എരുമേലി പരമേശ്വരൻപിള്ള പുരസ്കാരവുമാണ് ശനിയാഴ്ച മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓട്ടോത്തിൽ വെച്ച് വിതരണം ചെയ്യുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. അവാർഡ് കമ്മിറ്റി ചെയർമാൻ P കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അവാർഡ് കമ്മിറ്റി അംഗം N പ്രഭാവർമ്മ അവാർഡ് കൃതികളെ പരിചയപ്പെടുത്തും. EN സുരേഷ് ബാബു, മുഹമ്മദ് മോസിൻ MLA, P മമ്മിക്കുട്ടി MLA, ഡോക്ടർ CP ചിത്രബാനു ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് ഡോക്ടർ MK നമ്പ്യാർക്കും, ശ്രുതി തായാട്ട് പുരസ്കാരം ഡോക്ടർ TK സന്തോഷ് കുമാറിനും, വിജ്ഞാന സാഹിത്യ വിഭാഗത്തിൽ M ജയരാജ്, AK പീതാംബരൻ എന്നിവർക്കുമാണ് പുരസ്കാരം നൽകുന്നത്. കഥാവിഭാഗത്തിൽ M മഞ്ജുവും, ശക്തി എരുമേലി പുരസ്കാരം KS രവികുമാറും, KV സുധാകരൻ, ബാലസാഹിത്യ വിഭാഗത്തിൽ G ശ്രീകണ്ഠൻ, പായപ്ര രാധാകൃഷ്ണൻ, നാടകത്തിൽ അനിൽകുമാർ, റഫീഖ് മംഗലശ്ശേരി, നോവൽ വിഭാഗത്തിൽ S മഹാദേവൻ തമ്പി, കവിതയ്ക്ക് MD രാജേന്ദ്രൻ തുടങ്ങിയവരുമാണ് പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. ഈ അബുദാബി ശക്തി എന്ന സംഘടന എല്ലാവർക്കും അറിയണ്ടാവും. ഈ സേവന രംഗത്ത് വലിയ ഇടപെടൽ നടത്തുന്ന ഒരു വലിയ സംഘടനയാണ്. ആ ശക്തി അബുദാബിയുടെ അവരെല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഈ വർഷം സാഹിത്യ മേഖലയിലുള്ള വ്യത്യസ്തമായ മേഖലയിലുള്ള 17 പേർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുൻ MP P കരുണാകരൻ ചെയർമാനും കൈരളി TVയുടെ ഡയറക്ടർ മൂസമാഷ് കൺവീനറായിട്ടുള്ള ഒരു സമിതിയാണ് ആ അവാർഡ് നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവാർഡ് ദാന ചടങ്ങ് ഇപ്രാവശ്യം പട്ടാമ്പിയിൽ വെച്ച് നടത്താനാണ് ശക്തി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലാണിപ്പോൾ. ഇത് 11-ാം തീയതി, ഈ മാസം 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മുടെ രാജപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ അവാർഡ് സമർപ്പണവും ഈ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും PB മെമ്പറായിട്ടുള്ള സഖാവ് MV ഗോവിന്ദൻ മാഷാണ്. യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് മുൻ MP P കരുണാകരനാണ്. പ്രഭാവർമ്മ ഉണ്ട്. മറ്റ് ഈ 17 കേരളത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരാണ്. അവർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലയിൽ നിന്നുള്ള ശക്തിയുടെ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, അബുദാബി ശക്തി വൈസ് പ്രസിഡന്റ് അസീസ് ആനക്കര, പ്രവാസി സംഘം പട്ടാമ്പി ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട, ബക്കർ കീഴായൂർ, MP വിജയകുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഓരോ സമയത്തും ഈ സാഹിത്യ മേഖല, നാടകം, കഥ തുടങ്ങി ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ കൃത്യമായിട്ടുള്ള അവരുടെ ജൂറി കമ്മിറ്റി ചേർന്ന് അവരുടെ ഇതിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അതിൽ ഇപ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡുള്ളത് ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരമാണ്. അത് സമഗ്ര സംഭാവനക്കാണ് ഡോക്ടർ AK നമ്പ്യാർക്കാണ് ആ അവാർഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശക്തി തായാട്ട് പുരസ്കാരം ഡോക്ടർ TK സന്തോഷ് കുമാറിനാണ്. വിജ്ഞാന സാഹിത്യത്തിൽ M ജയരാജ്, AK പീതാംബരൻ തുടങ്ങിയ സാഹിത്യകാരന്മാർക്കാണ് കൊടുക്കുന്നത്. കഥാവിഭാഗത്തിൽ M മഞ്ജു. ശക്തി എരുമേലി പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് KS രവികുമാറും KV സുധാകരനുമാണ്. ബാലസാഹിത്യം G ശ്രീകണ്ഠൻ, പായിപ്ര രാധാകൃഷ്ണൻ. നാടക വിഭാഗത്തിൽ അനിൽകുമാർ ആലത്തുപറമ്പ്, റഫീഖ് മംഗലശ്ശേരി. സാഹിത്യകാരന്മാരാവട്ടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളാവട്ടെ, എല്ലാവരും ഈ നമ്മളുടെ മുഖ്യമന്ത്രിമാരാവട്ടെ, അതായത് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അതുപോലെ തന്നെ EK നായനാർ എന്നിവരെല്ലാ ആളുകളും വന്ന് ചേർന്ന് ഞങ്ങളോടൊപ്പം ഇതുവരെ നടന്നു പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് അവരെയൊക്കെ പിന്തുണയായിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രവർത്തിക്കാനും ഏത് കാലഘട്ടത്തിലും, കോവിഡ് കാലഘട്ടത്തിലായാലും മറ്റേത് കാലഘട്ടത്തിലായാലും പ്രവർത്തിക്കാൻ ഈ സംഘടന എന്നുള്ള സംബന്ധിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ടൗണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പിണറായി വിജയ
ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധജാല സംഘടിപ്പിച്ചത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധജാല ഒരുക്കിയത്. കോൺഗ്രസ് നേതാവ് കെ ആർ നാരായണസ്വാമി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ കീഴായൂർ അധ്യക്ഷനായിരുന്നു. സി സംഗീത, ഇ ടി ഉമ്മർ, ജിതേഷ് മോഴിക്കുന്നം, കെ ടി റുക്കിയ, എ കെ അക്ബർ, കുട്ടിയാഹു, അനീഫ മാനു, മുഹമ്മദ് അനീഫ, സി ഭാസ്കരൻ, കെ മാളുക്കുട്ടി, രഞ്ജിത്ത് സിബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വർഷങ്ങളോളം പുറത്തു കൊണ്ടുപോയി വിവിധ തലത്തിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് മാറ്റി ചെമ്പാക്കി മാറ്റിയിരിക്കുന്നു. സ്വർണത്തെ ചെമ്പാക്കുന്ന മേജിക്ക് പിണറായി സർക്കാരിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടതൊക്കെ ചക്കരക്കുളത്തിൽ കൈയിട്ടാൽ നക്കുമെന്ന് പറയുന്നത് പോലെ ഇനി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയും ഗുരുവായൂർ അമ്പലത്തിലെ ഭണ്ഡാരങ്ങളുടെ കണക്കും പരിശോധിച്ചാൽ കേരളത്തിലെ ഭക്തജനങ്ങളുടെ പൈസയൊക്കെ ഈ തട്ടിപ്പ് കൊള്ളക്കാർ തട്ടിയെടുത്തിട്ടുണ്ടാവും ദേവസ്വം വഴി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ ശബരിമലയിലേക്ക് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് വിശ്വാസമില്ലാത്ത പിണറായി സർക്കാർ ആചാരത്തെ അയ്യപ്പ ഭക്തന്മാരെയും ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അയ്യപ്പനെ വരെ തകർക്കാൻ നോക്കിയവർ ഇന്ന് പിൻവാതിലൂടെ അയ്യപ്പന് ജനങ്ങൾ കാണിക്കയായി അർപ്പിച്ച സ്വർണവും പണവും കക്കുന്ന രീതിയിലേക്ക് എത്തിയെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്നും ചവിട്ടി താഴെ ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.